ഹായ്, സിബിൽ സ്റ്റിച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അംബർല പലാസ. അംബർല കട്ടിൽ പലാസ അതെങ്ങനെയാണെന്നുള്ളതാണ് കാണിക്കുന്നത്. ഇതാ നോക്കുക. അതിന് അംബർലക്കൊക്കെ ഏകദേശം വലിയ ആളുകൾക്ക് 3 മീറ്റർ മിനിമം വേണം. ഇത് നമ്മൾ മീഡിയം ലെവലിലുള്ള കുട്ടിക്കാണ് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏകദേശം 2 മീറ്റർ തുണിയുണ്ട്. 2 മീറ്റർ തുണിയിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 2 മീറ്റർ തുണിനെ നേരെ സെൻറ്റർ മടക്കി പിടിക്കുക. അംബർല കട്ടിന് വേണ്ടിയിട്ട് ഇതാ ഇങ്ങനെ ക്രോസ് ആയിട്ട് ഇട്ട് കൊടുക്കുക. മനസ്സിലായല്ലോ? മടക്കി പിടിച്ചിട്ട് ക്രോസ് ആയിട്ട് ഇട്ട് കൊടുക്കുക. അംബർല കട്ടിന് ക്രോസ് ആയി നമ്മൾ ഇട്ട് കൊടുത്ത് അപ്പൊ കട്ടിങ് ശ്രദ്ധിക്കുക. അംബർല കട്ട് പലാസ ആണ് ചെയ്യാൻ പോകുന്നത്. അംബർല കട്ട് പലാസ ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക. ഒരു 24 ഇഞ്ച് അരവണ്ണമാണ് നമുക്ക് ഇതിനാവശ്യം. 25 ഇഞ്ച് അരവണ്ണത്തിന് നമ്മൾ ഇവിടെ ഇങ്ങനെ നേരെ കാണുന്നുണ്ടെന്ന് വിചാരിക്കണം. ഇത് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതിന് അലാസ്റ്റിക് ആണ് വരിക. അപ്പോൾ അലാസ്റ്റിക്കിന് വരുമ്പോൾ 24ഉം ഒരു 6 ഇഞ്ച് കൂട്ടിയിട്ട് കൊടുക്കുക. അപ്പോൾ 30 ഇഞ്ചിൻ്റെ പാതി എന്ന് പറഞ്ഞാൽ 15 ഇഞ്ചിൽ ഇങ്ങനെ 15-16 കൊടുക്കുക. അലാസ്റ്റിക്കിന് ആണ് കൊടുക്കുന്നത്. എത്രയും കിട്ടുന്നിടത്തോളം ലൂസ് കൊടുക്കുക, പ്രശ്നമില്ല. ഇനി നമുക്ക് വേണ്ടത് ലെങ്ത്, ഇറക്കം നമ്മൾ കാണിച്ചു തരാം. ഇറക്കം നമ്മൾ ഒരു 26 ഇഞ്ച് ഇറക്കം. അപ്പോൾ നമ്മൾ ഇവിടെ അലാസ്റ്റിക് വരും. നമുക്ക് ഇവിടെ അലാസ്റ്റിക് വരും. അലാസ്റ്റിക്കിന് 1 ഇഞ്ച് കുറച്ച് വേണം എടുക്കാൻ. അലാസ്റ്റിക്കിന് 1 ഇഞ്ച് പോയി ബാക്കി നമ്മൾ 26 ഇഞ്ച് ഇറക്കത്തിലാണ് ചെയ്യാൻ പോകുന്നത്. അത് നേരെ ഇവിടെയും 1 ഇഞ്ച് അലാസ്റ്റിക്കിന് ഇട്ടിട്ട് 26 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിന് നേരെ ഒരു വര വരച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് താഴ്ഭാഗം മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് 1.5 ഇഞ്ച് തുമ്പും ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ നടാന്ന് പറയും. നടഭാഗം റിഗാൾ ഉണ്ടാക്കണം. റിഗാളിന് നമ്മൾ ചെറിയ മീഡിയം സൈസ് ആകുമ്പോൾ നമുക്കൊരു 10 മതി. 10 ഇഞ്ചിൽ ഒരു സ്ട്രെയിറ്റ് വര വരച്ചു കൊടുക്കുക. ഇനി ഇതിനെ നമ്മൾ എടുക്കേണ്ടത് നേരെ ലെവലിൽ എടുക്കരുത്, ഇങ്ങനെ എടുക്കരുത്. ഇങ്ങനെ അംബർല കട്ടിന് സീറ്റിൻ്റെ അവിടെ ടൈറ്റ് ആകുമ്പോഴല്ല, ലൂസ് വേണം. അതിന് നമ്മൾ ലൂസാക്കി ഇങ്ങനെ ഇട്ട് കൊടുക്കുക. കട്ടിങ് മാർക്കിങ് എല്ലാവരും കണ്ടെന്ന് വിചാരിക്കണം. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിനി നമുക്ക് ഫ്ലയറും ഒരു അംബർല കട്ടിന് ഫ്ലയർ എത്രയും വരും. അപ്പം മാക്സിമം നമുക്ക് കിട്ടുന്ന ഫ്ലയർ ഇട്ട് കൊടുക്കുക. അതിന് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒക്കെ ഒന്ന് അളന്ന് നോക്കുക. നിങ്ങൾക്ക് ഫസ്റ്റ് ചെയ്യുമ്പോൾ ചെറിയ ഡൗട്ടുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഒക്കെ കറക്റ്റ് അല്ലേ നോക്കുക. കാണിച്ചു തരാം. 24 അരവണ്ണം 6 ഇഞ്ച് കൂട്ടിയിട്ടിട്ട് 30 എങ്ങനെ എടുക്കും. പിന്നെ നേരെ വൺസ് ഡബിൾ മടക്കിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ 16 മതി. 30ൻ്റെ പാതി 15, അരഞ്ച് കൂടി ഇവിടെ ലൂസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 16 വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ റിഗാൾ നട കറക്റ്റ് അല്ലേ നോക്കുക. അതിങ്ങനെ റൗണ്ട് ചെയ്ത് നോക്കുക. കുട്ടികൾ സീറ്റിൻ്റെ അവിടെ ടൈറ്റ് ആവാതെ ഇരിക്കാൻ നോക്കുക. വല്ലാതെ തൂങ്ങി ഇറങ്ങാനും പാടില്ല. അപ്പോൾ ഒരു മീഡിയം ലെവൽ അതിനൊരു കണക്കിനനുസരിച്ച് ചെയ്യാം. മാർക്കിംഗ് ഓക്കെയാണ്. എല്ലാവരും ഒരിക്കൽ മാർക്ക് ചെയ്ത് വെച്ചാൽ ഒന്ന് നോക്കുക. ഇനി ഇതിനെ നമ്മൾ നേരെ ഇത് മേലെ ഭാഗമാണ് വരുന്നത്. നേരെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. ഇവിടെ ഇനി അലാസ്റ്റിക് വരുമ്പോൾ ഇവിടെ കുറച്ച് പ്ലീറ്റഡ് പോലെ ഇങ്ങനെ നിൽക്കും. ഇനി നമ്മളെ നടഭാഗം എന്ന് പറയും, സീറ്റിൻ്റെ അവിടുന്ന് റിഗാൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. ഇനി ഇവിടുന്ന് നേരെ ലെവല് സ്ട്രൈറ്റ് ആയിട്ട് ഈ കട്ടിങ് ഇങ്ങനെ പോകണം. ഇങ്ങനെ പോയി ഇനി നമ്മൾ അടുത്ത ഭാഗം, താഴ്ഭാഗം, അടിഭാഗം, ഫ്ലയർ ലോങ് ബോട്ടം ലോങ് ആവുന്നുള്ളൂ. അതായത് ലെങ്ത്തിനനുസരിച്ച് ഇത് ലോങ് ഫ്ലയർ കിട്ടും നല്ലോണം താഴോട്ട്. ഇതിപ്പോൾ മീഡിയം ചെറിയ കുട്ടികൾക്കാണ്. ഒരു മീഡിയം ലെവൽ കിട്ടി. വലിയവർക്കൊക്കെ നല്ല 3-3.5 മീറ്റർ തുണി വേണ്ടി. ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്ന 2 മീറ്ററിലാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള വലിപ്പം ഉണ്ടാവുള്ളൂ, അതിനനുസരിച്ചുള്ള കുട്ടിക്ക് ഇത് ഉണ്ടാവുള്ളൂ. ഇതാണ് 2 ബോട്ടണായി അംബർല കട്ടിൽ. ഇതാണ് അംബർല കട്ട് പലാസോടെ കട്ടിങ് ഉണ്ടല്ലോ. ഇത് ഫ്ലയർ ഇങ്ങനെ പോകും താഴോട്ട്. ഇത് 2 കാലായിട്ടാണ് ഡബിളായിട്ട് നമ്മൾ ഇട്ടതുകൊണ്ട് 2 കാല്. ഇതൊരു കാല് കണ്ടല്ലോ. ഫ്ലയർ ഇത്രയും ഫ്ലയർ ചെറിയ കുട്ടികൾക്കായതുകൊണ്ട് ഇത്രയും ഫ്ലയർ നമുക്ക് വന്നിട്ടുണ്ട്.
വലിയ ആളുകൾക്കാണെങ്കിൽ ഇതാ ഫ്ലെയർ ഇങ്ങനെ പോകും. ഇതൊരു കാല് ഇങ്ങനെ വരും. ഇനി അടുത്ത കാല് താഴ്ചാടി അത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് അടുത്തത്. അടുത്ത കാലും മാക്സിമം ഫ്ലെയർ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുമ്പോൾ ഇതുപോലെ ക്രോസ് ഇട്ട് ചെയ്യുക. മാക്സിമം ഫ്ലെയറിൽ എടുക്കുക. അമ്പർല കട്ട് പലാസയുടെ കട്ടിങ് എത്രയുള്ളൂ. ഇതിൻ്റെ സ്റ്റിച്ചിങ് ഒന്നുമില്ല. ഒരു ബെൽറ്റ് ഒന്നുമില്ല, ഒരു പട്ട എടുക്കുക. ഇവിടെ ബെൽറ്റ് കൊടുക്കുക. ആ ലാസ്റ്റിക് ഇട്ടിട്ട് ആ ബെൽറ്റിൽ ഫിറ്റ് ചെയ്യുക. ഇവിടെ റിഗാള് നടടിക്കുക. സൈഡ് മുട്ട്. അമ്പർല പലാസോ ഇവിടെ കട്ടിങ് കഴിഞ്ഞു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സഹകരിക്കുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക. അടുത്ത ഒരു വെറൈറ്റി സംഭവമായി അടുത്തൊരു വീഡിയോയിലൂടെ